അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് 25-ാമത്തെ ജുസ് ആണ് പഠിക്കാൻ പോകുന്നത്. അള്ളാഹു നല്ലത് മനസ്സിലാക്കുവാനും അത് പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലൈഹി യുറദ്ദു ഇൽമുസ് സാഅ വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തദഉ ഇല്ലാ ബിഇൽമിഹി ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. എന്താണ് 24-ാമത്തെ ജുസ്ഇൽ പിന്നെ ഓരോ ദൃഷ്ടാന്തങ്ങളും അതിനെ പറ്റിയിട്ട് അത് ഒരുപാട് ജനങ്ങൾ കളവാക്കുന്നു, അങ്ങനെയൊക്കെ വിശദമായി നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് അള്ളാഹുവിടെ പറയാണ്, പിന്നെ ഓരോ ഫലങ്ങളും അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ. ഇപ്പോൾ നമ്മൾ എന്ത് ഫലം എടുത്താലും നമ്മൾ ഗ്രേപ്സ് ആണെങ്കിലും റമദാനിലാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു ചിന്തിക്കാനുള്ളൊരു സമയമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ. വ്യത്യസ്തമായ ഫലങ്ങളും ഫ്രൂട്ടുകളും, ആപ്പിള്, പിന്നെ മുസമ്പി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതൊക്കെ വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹ, അതുപോലെ വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമി. ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഇൽമല്ലാണ്ട് പിന്നെ അവർ എന്താണ് പിന്നെ ഡെലിവറി ചെയ്യൂല എന്നുള്ള ഒരു വിഷയം. അതിന് ശേഷം ഒരു വിഷയം പറയുന്നുണ്ട്, വളരെ ഗൗരവമുള്ള പേടിപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. വയൗമ യുനാദീഹിം ഐന ശുറകാഇ ഖാലു ആദന്നാക മാ മിന്നാ മിൻ ഷഹീദ്. ഒരു ദിവസം, അന്ത്യനാളെ പറ്റിയാണ് പറയുന്നത്. യുനാദീഹിം ഐന ശുറകാഇ, അള്ളാഹു വിളിച്ചു പറയുന്നൊരു ദിവസമുണ്ട്. എൻ്റെ പങ്കാളികൾ എവിടെയാണ്? നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് അള്ളാഹുവിന് പങ്കാളികളുണ്ട്, അള്ളാഹു മാത്രമല്ല ദൈവം, അല്ലെങ്കിൽ അള്ളാഹുവല്ല ദൈവം, വേറെ പിന്നെ ഒരുപാട് ആൾക്കാർ ദൈവമുണ്ട് എന്നൊക്കെ പറയുന്ന ആ വാദം, നിങ്ങളെ വാദം അനുസരിച്ചിട്ട് എവിടെയാണ് അവരൊക്കെ? നിങ്ങൾ പറഞ്ഞ പിന്നെ ഒരുപാട് ദൈവങ്ങൾ അവരെവിടെയാണ്? ഖാലു ആദന്നാക മാ മിന്നാ മിൻ ഷഹീദ്. അവർ പറയും, അവർ നമുക്കിന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ അവർ പിഴച്ചതാണ് എന്നവർ അന്ന് ദിവസം മനസ്സിലാക്കും. പക്ഷെ ഇതൊന്നും ഉപകാരപ്പെടൂല എന്നാണ്. പിന്നെ അവിടെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പിന്നെ നമ്മൾ മതം പഠിക്കുന്നതിനൊപ്പം ഒരുപാട്, പിന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെന്നാണ്, നമ്മുടെ കുട്ടികളോടെ അവർക്ക് മതം പഠിപ്പിക്കണം. അത് ഒരു മാൻഡറ്ററി ഒരു നിർബന്ധമായൊരു വിഷയമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് കൂടെ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പിന്നെ ഭൗതികമായ വിഷയങ്ങൾ നമ്മളവരെ ഒരിക്കലും തടയരുത്, അത് പഠിക്കുകയും വേണം. അതായത് പിന്നെ വിജ്ഞാനം, സയൻസ്, അതേപോലെ പിന്നെന്താണ് പിന്നെ ഹിസ്റ്ററി, ഇതൊക്കെ നമ്മൾ അവരെ കൊണ്ട് പഠിപ്പിക്കണം. കാരണം അതിൽ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട്. യാത്ര പോകണം, അതിലൊക്കെ പിന്നെ നമ്മുടെ ഇൽമുകളും നമ്മുടെ അറിവുകളൊക്കെ വളരെ പിന്നെ ആഴത്തിൽ മനസ്സിലാക്കാനത് സഹായകമാകും. ഖുർആൻ പറഞ്ഞത് നമ്മൾ പഠിച്ചതാണ്, അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ എന്ന്. യാത്ര ചെയ്യണം എന്നുള്ള പ്രോത്സാഹനം അവിടെയുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്ന സനുരീഹിം ആയാത്തിൻ്റെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. ഫിൽ ആഫാഖി വഫി അംഫുസിഹിം, പിന്നെ ആഫാഖിലും അതേപോലെ അവരുടെ നഫ്സുകളിലും നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു വിരൽ തുമ്പ് മാത്രം എടുത്ത് നമുക്ക് മതി, വിരൽ തുമ്പ്. അതിപ്പോൾ നമ്മൾ ഓരോ ജനങ്ങളുടെയും നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വ്യത്യസ്തമാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമല്ലേ? നമ്മൾ ലോകത്തിൽ ഒരാളെപ്പോലെ മറ്റൊരാളതും, എത്ര മില്യൺ ജനങ്ങളാണ് ലോകത്ത് ജീവിക്കുന്നത്. ഒരാളുടെ ഫിംഗർ പ്രിൻറ്റ് മറ്റൊരാളത് അതൊരിക്കലും സിമിലാരിറ്റി ഉണ്ടാവില്ല, വ്യത്യസ്തമാണ്. ഇതൊക്കെ അള്ളാഹു അല്ലാതെ വേറെ ആരാണ്? ഇതിൻ്റെ പിറകിൽ ആരുമില്ല എന്ന് പറയുന്നത് എത്ര മൗഢ്യമായൊരു വിഷയമാണ്.
ഇവിടെ പറയുകയാണ് ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു വഫി അൻഫുസിഹിം ഹത്താ തബയ്യന ലഹും അന്നഹുൽ ഹഖ്. അവർ അംഫുസുകളിൽ, അവരുടെ നഫ്സുകളിൽ അവർ ചിന്തിക്കുന്നില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഫിംഗർ പ്രിൻ്റ് എന്നുള്ള വിഷയം. ഏതുവരെ അവരത് മനസ്സിലാക്കുന്നതുവരെ അവരത് മനസ്സിലാക്കുന്നില്ലേ, അതൊരു സത്യമാണ്, അള്ളാഹു യാഥാർത്ഥ്യമാണ്, അള്ളാഹു ദൈവമാണ്, അവന് മാത്രമാണ്, അള്ളാഹുവാണ് ഇതിൻ്റെ പിറകിലെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വിഷയം. അലാ ഇന്നഹും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം. പക്ഷേ അവർ അള്ളാഹുവിനെ കാണുന്ന വിഷയത്തിൽ, അന്ത്യനാളെ പറ്റിയ വിഷയത്തിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മഹ്ശറയെ പറ്റിയിട്ട് അവർക്ക് പിന്നെയും സംശയമാണ്, അവർ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ സൂറത്ത് ഷൂറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം ഐൻ സീൻ ഖാഫ് كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم تكاد السماوات يتفطرن من فوقهن والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم. പിന്നെ ഇവിടെ പറയുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബിയെ നിങ്ങൾക്ക് ഖുർആനിനെ അറബി ഭാഷയിൽ ഇറക്കി തന്നു, അവരെ മുന്നറിയിപ്പ് നൽകാൻ അറബി സമൂഹത്തെ. അത് ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. അങ്ങനെ അവരെ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും അവരിൽ ഒരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്കുമാണ്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. شرع لكم من الدين ما وصى به نوحا والذين أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. 13-ാമത്തെ ആയത്തിൽ ഇസ്ലാം ദീൻ അത് പുതിയ മതമാണെന്ന് പറയുന്നതിന് അതിനും കൂടി ഒരു മറുപടിയാണ്. അള്ളാഹു ഈ ദീനിനെ നിങ്ങൾക്ക് ശറആക്കി തന്നത്, നിയമമാക്കി തന്നത്, അത് നൂഹ് നബിക്കും അതേപോലെ ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് നൽകിയതാണ്. അത് തന്നെയാണ് ദീൻ ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്, നിങ്ങളുടെ സമൂഹത്തിന് ഈ പരിശുദ്ധ ഇസ്ലാം വന്നത്. വമാ തഫറഖു ഇല്ലാ മിൻ ബഅദി മാ ജഅഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും. അങ്ങനെ തുടർന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഫലിദാലിക, അതുകൊണ്ട് ഫദ്ഉ വസ്തഖിം കമാ ഉമിർത്, കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ അത് ഇസ്തിഖാമത്തോടെ നിങ്ങൾ കൺസിസ്റ്റൻസി വളരെ ഇസ്തിഖാമത്തോടു കൂടെ നിങ്ങളത് പിൻപറ്റുക അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇസ്ലാമിനെ. ശൈത്താൻ നിങ്ങളുടെ ദേഹേച്ഛയെ നിങ്ങൾ പിൻപറ്റരുത്. ഒരുപാട് ഇസങ്ങൾ ദേഹേച്ഛയാണ്. വലാ തത്തബിഅ അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛകൾ നിങ്ങൾ പിൻപറ്റരുത്. വഖുൽ, നബിയെ നിങ്ങൾ പറയണം, ആമന്തു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്, അള്ളാഹു ഇറക്കിയതായ കിതാബിൽ ഞാൻ വിശ്വസിക്കുന്നു. വ ഉമിർതു ലഅദില ബൈനക്കും അല്ലാഹു റബ്ബുക്കും റബ്ബുനാ വ റബ്ബുക്കും, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, നിങ്ങളുടെയും റബ്ബ്, രക്ഷിതാവ്, എല്ലാം കൈകാര്യം ചെയ്യുന്നവനവനാണ്. എന്നിൽ കൽപ്പിക്കപ്പെട്ടത് ഞാൻ നിങ്ങളോട് നീതി കാണിക്കാൻ വേണ്ടിയാണ്. ലന അഅമാലുന വലക്കും അഅമാലുക്കും. അതുകൊണ്ട് ഇവിടെ ഒരു വിഷയം, നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കും. ലാ ഹുജ്ജത ബൈനനാ വ ബൈനക്കും അല്ലാഹു യജ്മഉ ബൈനനാ വ ഇലൈഹിൽ മസീർ. അങ്ങനെ അവനിലേക്കാണ് മടക്കം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ആയത്ത്. പിന്നെ ഒരു വിഷയം, അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്, പ്രതീക്ഷ നൽകുന്നൊരു ആയത്താണ്. അള്ളാഹു തൻ്റെ അടിമകളോട് വളരെ ലോലതയോടെ, വളരെ ലുത്തുഫോടെ ലത്തീഫാണ് എന്ന് പറയുന്ന ഒരു വിഷയം. യർസുഖു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്കാണ് അള്ളാഹു കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു വിഷയം. ഇനി മൻകാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫി ഹർസിഹി വമൻകാന യുരീദു ഹർസദ് ദുനിയ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ആർക്കാണ് ആഖിറം വേണ്ടിയത്, ആഖിറത്തിന് വേണ്ടി ആരാണ് അവർ ആഖിറത്തെ, പരലോകത്തെ ആഗ്രഹിക്കുന്നത് ആരാണ്, അവർക്ക് നമ്മളത് അധികരിപ്പിച്ചു കൊടുക്കും, അവർക്കത് നമ്മൾ കൊടുക്കും. ഇനി ആർക്കാണ് ദുനിയാവ് വേണ്ടത്, ഹർസദ് ദുനിയ നുഅ്തിഹി മിൻഹാ, ദുനിയാവ് വേണ്ടവർക്ക് നമ്മുടെ ദുനിയാവും കൊടുക്കും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്,
അവർക്ക് ആഖിറത്തിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. നശ്വരമായ ദുനിയാവിലാണ് അവർക്കുള്ളത് എന്ന് പറയുന്ന ഒരു ആയത്ത്. മറ്റൊരിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന. മുഅ്മിനീങ്ങൾ ആൾക്കാർ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ദുനിയാവും വേണം ആഖിറവും വേണം. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്ന് ഒരു ദുആ. നമ്മളത് ദുആ നമ്മൾ ചെയ്യുന്നവരാണ്, ചെയ്യേണ്ടതാണ്. പിന്നെ അവിടെ 22-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, തറല്ലാലിമീന മുഷ്ഫിഖീന മിമ്മാ കസബൂ ഹുവ വാഖിഉൻ ബിഹിം വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഫീ റൗളാത്തിൽ ജന്നാത്ത്. വിശ്വാസികളായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർ സ്വർഗത്തിലാണ്. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. അള്ളാഹുവിൻ്റെ അടുത്ത്, അവരുടെ റബ്ബിൻ്റെ അടുത്ത് അവരുദ്ദേശിക്കുന്നത് എന്താണത് അവർക്ക് കിട്ടും. അതാണല്ലോ സ്വർഗം. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അത് വലിയ ഫദ്ലാണ്, ഔദാര്യമാണ് എന്ന് പറയുന്ന ഒരു ആയത്ത്. ദാലികല്ലദീ യുബശ്ശിറുല്ലാഹു ഇബാദഹുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഇത് സന്തോഷവാർത്തയാണ്. മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് ഇത് സന്തോഷവാർത്തയാണ്. പിന്നെ അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് പറയുന്ന ഒരായത്ത്. തൗബ അള്ളാഹു സ്വീകരിക്കും. നമ്മളാണ് തൗബ ചെയ്യേണ്ട ബാധ്യത നമ്മളതാണ്. അള്ളാഹു സ്വീകരിക്കും. ഈ റമദാനിലൊക്കെ തൗബ ചെയ്യേണ്ട നിമിഷങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. 25-ാമത്തെ ആയത്തിൽ വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. തൻ്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. വയഅഫൂ അനിസ്സിയ്യാത്ത്. പാപങ്ങളൊക്കെ അള്ളാഹു അഫൂ നൽകും, അയച്ചു കളയും. വയഅലമു മാ തഫ്അലൂൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. നിങ്ങളെ പ്രവർത്തിക്കുന്ന ഓരോന്നും അള്ളാഹു അറിയുന്നവനാണ്. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് വയസീദുഹും മിൻ ഫദ്ലിഹി. വിശ്വാസികളായ ആൾക്കാർക്ക് അള്ളാഹു ഇജാബത്ത് നൽകും. അവർക്ക് അള്ളാഹു അവരുടെ ദുആകൾക്ക് മറുപടി കൊടുക്കും. വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. കാഫിരീങ്ങൾക്കാണെങ്കിലോ അവർക്ക് വേദനാജനകമായ ശക്തമായ ശിക്ഷയാണ്. പിന്നെയും നമ്മൾ ചിന്തിപ്പിക്കുന്ന ആയത്തുകൾ ആകാശങ്ങളെപ്പറ്റിയും ഭൂമിയെപ്പറ്റിയും അള്ളാഹു പറയുന്നു. അതിൻ്റെ പിന്നെ ഒരുപാട് സസ്യലതാദികളെ പറ്റിയും മൃഗങ്ങളെപ്പറ്റിയും ഒക്കെ. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അതിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. പഠിക്കണം നിങ്ങൾ ആസ്ട്രോണമി, പഠിക്കണം നിങ്ങൾ ഭൂമിയെ പറ്റിയിട്ട്, ജിയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ മഅരിഫത്തിനെ കണ്ടെത്തണം. നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ചിന്തിക്കണം. ബോട്ടണി പഠിക്കണം. അതേപോലെ പിന്നെ നിങ്ങളുടെ ബയോളജി പഠിക്കണം. ഓരോ വിഷയങ്ങൾ പഠിക്കുകയും അള്ളാഹുവിനെ കണ്ടെത്തുകയും ചെയ്യണം. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും അതിൻ്റെ സൃഷ്ടിപ്പത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതുപോലെ അതിൽ പിന്നെ വമാ ബസ്സ ഫീഹിം, അതിലുള്ള പിന്നെ മിൻ ദാബ്ബ, മൃഗങ്ങളും മറ്റുമൊക്കെ. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് ചെയ്തതാണ്. അള്ളാഹു ഒരുപാട് അഫൂ നൽകുന്നവനാണ് എന്ന് പറയുന്ന ആയത്ത്. പിന്നെ ദുനിയാവെന്നുള്ളത് അത് നശ്വരമാണ്, ഒരു വഞ്ചനയാണ്. അല്ലെങ്കിൽ ദുനിയാവെന്നുള്ളത് അത് ശാശ്വതമല്ലെന്ന് പറയുന്നൊരായത്ത്. 36-ാമത്തെ ആയത്ത്. പിന്നെ ഫമാ ഊതീതും മിൻ ഷൈഇ. നിങ്ങൾക്ക് നൽകപ്പെട്ടതായ ഒന്ന്, നിങ്ങൾക്ക് സമ്പത്ത് നൽകും അള്ളാഹു. വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകും. അതൊക്കെ ഫമതാഉൽ ഹയാത്തി ദുന്യ. അത് ദുനിയാവിൻ്റെ ചിരക്കുകളാണ്, ദുനിയാവാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ. പക്ഷെ അള്ളാഹിൻ്റെ അടുത്തത് ഉള്ളതായ സ്വർഗം മറ്റുമൊക്കെ അത് അതിനേക്കാൾ ഏറ്റവും പിന്നെ നന്മയുള്ളതും പിന്നെ ശാശ്വതമായതുമാണ് എന്ന് പറയുന്ന ആയത്ത്. അത് വിശ്വാസികൾക്കാണ്. വിശ്വാസികൾ അള്ളാഹുൽ ബരമേൽപ്പിക്കുന്നവരാണ് എന്ന് പറയുന്ന ആയത്ത്. വല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മി വൽ ഫവാഹിഷ. ആരാണ് വിശ്വാസികൾ? പിന്നെ കബാഇറൽ ഇസ്മി, വലിയ വൻപാപങ്ങളൊക്കെ വെടിയുന്ന, മോശമായ കാര്യങ്ങളൊക്കെ വെടിയുന്ന ആൾക്കാർ. അവർ ദേഷ്യപ്പെട്ടാൽ, അവർക്ക് അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായാൽ ഹും യഗ്ഫിറൂൻ, അവർ മാപ്പ് കൊടുക്കും, അവർ ഫോഗീവ് ചെയ്ത് കൊടുക്കുമെന്നാണ്. അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത്ത്
വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. മറ്റൊരു വിഷയം, പുതിയ ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. വഅംറുഹും ശൂറാ ബൈനഹും. മുഅ്മിനീങ്ങളായ ആൾക്കാർ അവർക്കിടയിൽ കാര്യങ്ങൾ അവർ കൺസൾട്ട് ചെയ്യും, അവർ ചർച്ച ചെയ്യുമെന്നാണ്. ചർവിതണം പിന്നെന്താ പറയുക, നടത്തുമെന്നാണ്. അതായത് എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ഇറങ്ങുമ്പോൾ അത് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും, അപ്പോഴാണ് പുതിയ പുതിയ വാതിലുകളൊക്കെ നമുക്ക് തുറക്കപ്പെടുന്നത്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. തിന്മയുടെ പ്രതിഫലം എന്നുള്ളത് തിന്മയാണ്. തിന്മ നിങ്ങൾക്ക്, ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. ക്ഷമ എന്നുള്ളത് അത് ഒരു അസ്മിൽ ഉമൂർ, കാര്യങ്ങളൊക്കെ വളരെ ദൃഢനിശ്ചയത്തിൽപ്പെട്ടതാണ് ക്ഷമ. പിന്നെ മറ്റുള്ളവർക്ക് പൊറുത്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആയത്ത്. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ഖേദിക്കുന്ന ഒരു നിമിഷം വരാനുണ്ട്. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ വലിയ്യിൻ മിൻ ബഅദി. 44-ാമത്തെ ആയത്ത്. വതറൽ ളാലിമീന. നബിയെ, നിങ്ങൾ അക്രമിയായ ആൾക്കാരെ നിങ്ങളെ കാണുന്ന ഒരു ദിവസം, ലമ്മാ റഅബുൽ അദാബ്, അദാബിനെ കാണുമ്പോൾ യഖൂലുന ഹൽ ഇലാ മറദ്ദിൻ മിൻ സബീൽ, ഒരു മടക്കമുണ്ടാവുമോ എന്ന് പറയുന്ന ഒരു സമയം വരാനുണ്ട്. വിശ്വാസികളായ ആൾക്കാരെ പറയും, ഖാലല്ലദീന ആമനു ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറു അൻഫുസഹും. സ്വന്തം നഫ്സിനെ പരാജയപ്പെടുത്തിയവരാണ് പരാജിതർ. മനസ്സിലാക്കാത്ത അന്ധന്മാരായ ആൾക്കാർ, സത്യത്തെ മനസ്സിലാക്കാത്ത അന്ധന്മാരായ ആൾക്കാർ. വഅഹ്ലീഹിം യൗമൽ ഖിയാമ. പിന്നെ അലാ ഇന്നല്ലാലിമീന ഫി അദാബിൻ മുഖീം. അവർ നരകത്തിൻ്റെ അഹ്ലുകാരാണ് എന്ന് പറയുന്ന ആയത്ത്. അല്ലാഹു അല്ലാതെ ഒരു സഹായിയുമില്ലാത്ത നിമിഷം, അവർ വാദം ഉന്നയിച്ച ദൈവമാണെന്ന് പറഞ്ഞ ഒരാളും വരാത്ത ഒരു നിമിഷം. വമാ കാന ലഹും മിൻ ഔലിയാ യൻസുറൂനഹും മിൻ ദൂനില്ലാഹ് വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ സബീൽ. അതുകൊണ്ട് ഇസ്തജീബൂ ലിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ മറുപടി കൊടുക്കുക. അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിന് നമ്മൾ ഉൾക്കൊള്ളുക. മിൻ ഖബ്ലി അൻ യഅതി യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. ഒരു മടക്കമില്ലാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ മുന്നിട്ടിറങ്ങി അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കൂ, മറുപടി നൽകൂ എന്ന് പറയുന്ന ആയത്ത്. മാലക്കും മിൻ മൽജഇൻ യൗമഇദിൻ. അന്ന ദിവസം ഒരു അഭയസ്ഥാനം ഉണ്ടാവില്ല. വമാലക്കും മിൻ നഖീർ ഫഇന്ന അറദു ഫമാ അർസൽനാക അലൈഹിം ഹഫീള ഇന്ന അലൈക ഇല്ലൽ ബലാഗ്. ഇനി നിങ്ങൾ പിൻപറ്റുന്നില്ല, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. നാളെ ഒരു ദിവസം വരാനുണ്ട്, അന്ന ദിവസം നിങ്ങൾ പെടും, വെല്ലുകടിക്കും. നിങ്ങളെ പിന്തിരിയുകയാണെങ്കിൽ നബിയെ, ഇൻ അലൈക ഇല്ലൽ ബലാഗ്, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളെ മെസ്സേജ് കൈമാറുക എന്നാണ്. അള്ളാഹു ഇങ്ങനെയൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ ഇംതിസാൽ അവാമിരില്ല വജ്തിനാബു നവാഹി. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കുക, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ വർജിക്കുക. ആ വിഷയം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം നബിയെ. ബാക്കിയുള്ളത് അവർക്കാണ്. പിന്നെ ഒരു വിഷയം, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദി യഖ്ലുഖു മാ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അള്ളാഹു സൃഷ്ടിക്കും. വ്യത്യസ്തമായ ജീവജാലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാ പറയുന്നത്, നമ്മൾ യാത്ര ചെയ്യണം, ഓരോ വിഷയങ്ങളെ പഠിക്കണം, അറിയണം. അപ്പോഴാണ് അള്ളാഹുവിനെ പറ്റി നമുക്ക് ശരിക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അറിയാനും പിന്നെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത്. യഹബു ലിമൻ യശാഉ ഇനാഫ വയഹബു ലിമൻ യശാഉ ദുക്കൂർ. അള്ളാഹുവാണ് ആണും പെണ്ണും, അള്ളാഹുവാണ് കൊടുക്കുന്നത്, സമ്മാനമായി നൽകുന്നത് അള്ളാഹുവാണ്. മറ്റൊക്കെ അത് സബബുകളാണ്. നമ്മൾ പറയുന്ന അത് വേണം, പിന്നെ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ പിന്നെ എന്താണ് അസ്ബാബുകൾ വേണമെന്ന് പറയുന്നത്, കാരണങ്ങൾ വേണമെന്നൊക്കെ അത് നമ്മളാണ് പറയുന്നത്. പക്ഷെ അള്ളാഹുവാണ് ഓരോന്നും നൽകുന്നത്. പെണ്ണാണോ ആണാണോ അത് അള്ളാഹുവാണ്. ചിലർക്ക് അള്ളാഹു യുസവ്വിജുഹും ദുക്റാന വ ഇനാസ വയജഅലു മൻ യശാഉ അഖീമ. ചിലർ അള്ളാഹു മച്ചുകളാക്കും, ഒന്നും നൽകാതെ അള്ളാഹു പരീക്ഷിക്കും, അള്ളാഹു നൽകും. അതൊക്കെ നമുക്കറിയാം. ആയിഷ ബീബിക്ക് അള്ളാഹു അവർക്ക് കുഞ്ഞ് നൽകിയില്ല.
അത് അവർക്കുള്ള നന്മയാണ്. ഓരോ വിഷയത്തിലും അള്ളാഹു ഖൈറുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ആൾക്കാർ എന്ത് സംഭവിച്ചാൽ അതിൽ ഖൈറുണ്ടാവും. നന്മ സംഭവിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയും. തിന്മ സംഭവിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب ويرسل رسولا فيوحي بإذن ما يشاء إنه علي حكيم. ഇനി നമ്മൾ അടുത്ത വിഷയം സൂറത്ത് സുഖ്റുഫാണ്. സുഖ്റുഫ് എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അലങ്കാരം, സ്വർണം ഇതൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹമീം അൽ കിതാബിൽ മുബീൻ. അങ്ങനെ പിന്നെ പറഞ്ഞു പോകുന്ന ഓരോ നബി വരുമ്പോഴും അവരെ ആ നബിമാരെ കളിയാക്കിയിട്ടുണ്ട് സമൂഹം. അതാണ് ഇവിടെ പറയുന്നത്. വകം അർസൽനാ മിൻ നബിയ്യിൻ ഫിൽ അവ്വലീൻ വമാ യഅതീഹിം മിൻ നബി. ഒരു നബിയും വന്നില്ല ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവരെ കളിയാക്കി. ഫഅഹ്ലക്നാ അശദ്ദ മിൻഹും ബത്ശൻ വമളാ മത്ലുൽ അവ്വലീൻ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി. അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ ബിഖദർ ഫഅൻശർനാ ബിഹി ബൽദതൻ മൈത കദാലിക തുഖ്റജൂൻ. അങ്ങനെ നിങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുന്ന എങ്ങനെയാണോ അതിൻ്റെ ഒരു ഉദാഹരണം അവിടെ പറയാം. അള്ളാഹു ആകാശങ്ങളിൽ നിന്ന് അള്ളാഹു മഴയിറക്കും, വെള്ളത്തിറക്കും. എന്നിട്ട് വരണ്ട് കടന്ന ചത്തുപോയ ഭൂമി അള്ളാഹു വീണ്ടും സൃഷ്ടിക്കുകയും പച്ചപ്പ് പിടിച്ച ലഷ് ഗ്രീനറി അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളെയും മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും കൊണ്ടുവരുമെന്ന് പറയുന്ന ആയത്ത്. വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽക്കി വൽ അൻആമി മാ തർക്കബൂൻ. അള്ളാഹു നിങ്ങൾക്ക് കീഴടക്കി തന്നതായ നിങ്ങൾക്ക് ഫുൽക്ക് എന്ന് പറയുമ്പോൾ കപ്പൽ എന്ന് പറയാം. പക്ഷേ ഫുൽക്ക് അതിനൊരു പാത്രം എന്നർത്ഥമുണ്ട്. പാത്രം. അപ്പോൾ കപ്പലുകൾ, ബോട്ടുകൾ, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അത് നമ്മുടെ അതിലാണ് നമ്മളുള്ളത്. അതൊക്കെ അൻആമി മാ തർക്കബൂൻ. ഇതൊക്കെ അള്ളാഹു പിന്നെ മാ തർക്കബൂൻ നിങ്ങൾ കയറുന്ന വാഹനം, പിന്നെ അൻആമുകൾ, ഫുൽക്കുകൾ, ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കീഴടക്കി തന്നു. ലിതസ്തവു അലാ ദുഹൂരിഹി സുമ്മ തദ്കുറു. അപ്പോൾ അതിൽ നിങ്ങൾ കയറുകയും നിങ്ങളതിന് അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. മതി നിഅമത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ നിഅമത്തിനെ. അവിടെയാണ് നമ്മുടെ ഈ വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ പറയേണ്ട ദിക്ർ പറയുന്നത്. സുബ്ഹാനല്ലദീ, ഇവിടെ ഖുർആൻ പറയുന്നു 13-14 ആയത്ത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവാണ് നമുക്കിത് കീഴടക്കി തന്നത്, അല്ലാഹുവിലേക്കാണ് നമ്മൾ മടങ്ങുന്നത്. ഒക്കെ ഇതൊക്കെ ഒരു നശ്വരമാണ്. നമ്മളിത് സഞ്ചരിക്കുന്നത്, ഇതൊക്കെ അല്ലാഹു നമുക്ക് കീഴടക്കി തന്നതാണ്. അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നവരാണ്. പക്ഷേ അടുത്ത ആയത്ത് അല്ലാഹു പറയുന്നു ഇന്നൽ ഇൻസാന ലകഫൂറും മുബീൻ. പക്ഷേ മനുഷ്യൻ വ്യക്തമായ നിഷേധിയാണ്, അനുഗ്രഹങ്ങളൊക്കെ നിഷേധിയാണ് എന്ന് പറയുന്ന വിഷയം. പിന്നെ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ വിഷയങ്ങളിങ്ങനെ പിന്നെയും പറയുന്നത് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ വ്യത്യസ്തമായ ഇതിപ്പോൾ നമ്മൾ സർഫേസ് മീനിങ് നമ്മൾ പറഞ്ഞു പോകുന്നു. ഒരു ബാഹ്യമായ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഇതൊക്കെ വിശദമായി പഠിക്കേണ്ട വിഷയങ്ങളാണെന്ന് ഞാൻ ആവർത്തിച്ച് ഊന്നിപ്പറയാം. നമ്മളത് ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതവിടെ പറയുന്നുണ്ട് 25-26 ആയത്തിൽ. വഇദ് ഖാല ഇബ്രാഹിം ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ എന്ന് പറയുന്ന ആയത്ത്. വഖാലു, അവർ പറയും ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം. മക്കയിലും ത്വായിഫിലും അവിടെ 2 ഗ്രാമത്തിൽ അള്ളാഹ്ക്ക് ഒരു എന്താ പറയുക, പിന്നെ അവിടെ കുറച്ച് ഒരാൾക്ക് അള്ളാഹുക്ക് ഇറക്കിക്കൂടായിരുന്നു. വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം. ഓരോ ഗ്രാമങ്ങളിലും ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോ പുരുഷനിങ്ങനെ ഇതെന്താ ഒരാൾക്ക് മാത്രം അയക്കുന്നത് ഒരു വാദം. അള്ളാഹ് പറയാണ് അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അവർ വീതം വെച്ച് കൊടുക്കുകയാണ്, അവർ ഖിസ്മ് ചെയ്യാണോ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിലുള്ള അവരുടെ മഈശത്തുകൾ നമ്മളാണല്ലോ അവർക്ക് ഖിസ്മ് ചെയ്ത് കൊടുക്കുന്നത്.
നമ്മളാണ് ചിലരെക്കാൾ ശ്രേഷ്ഠതയാണ് നമ്മൾ കൊടുക്കുന്നത്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദ് ദറജാത്ത് ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ്യ വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിൻ്റെ റഹ്മത്താണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാൾ ഖൈർ എന്ന് പറയുന്ന ആയത്ത്. ഇനി ഒരു വിഷയം 36-ാമത്തെ ആയത്ത്. ഒമയ്യ അശ്വൻ ദിക്രിർ റഹ്മാൻ. അള്ളാഹുവിൻ്റെ ദിക്റിനെ, അള്ളാഹുവിൻ്റെ സ്മരണയെ പറ്റിയിട്ട് അതിനെ പിന്തിരിഞ്ഞ് കളയുന്ന ആൾക്കാർ നുഖയ്യിദു ലഹു ശൈത്താനും ഫഹുവ ലഹു ഖരീൻ. ഷെയ്ത്താനിനെ അവൻ്റെ കൂട്ടുകാരനായി ആക്കി നമ്മൾ മാറ്റുമെന്ന് പറയുന്ന ഒരു ആയത്ത്, ഗൗരവമുള്ള വിഷയം. പിന്നെ മൂസാ നബിയെ പറ്റിയിട്ടും ഫിറഔൻ നബിയെ പറ്റിയിട്ടും അവിടെ പറയുന്നുണ്ട്. പിന്നെയും 45-ാമത്തെ ആയത്തിൽ അവിടെ വലഖദ് അർസൽനാ മൂസാ ബി ആയാതിനാ ഇലാ ഫിർഔന വമലഇഹി ഫഖാല ഇന്നി റസൂൽ റബ്ബിൽ ആലമീൻ. അതായത് പിന്നെ ഫിർഔനും അങ്ങനെ തുറന്ന് പറയുന്നുണ്ട്. ഫിർഔന് ഒരുപാട് സമ്പത്തുകൾ, വലിയ എക്കോണമി ആയിരുന്നതാണ്, വലിയ വിഷയമാണത്. ഒരുപാട് സമ്പത്തും ഒരുപാട് അടിമകളും പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫിർഔനിന്. പക്ഷെ അള്ളാഹു ഒന്നുമല്ലാതെ മുക്കിക്കളയുകയും ലോകർക്ക് പാഠമാകുന്ന രീതിയിൽ അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. പിന്നെ 67-ാമത്തെ ആയത്ത് അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ വഇല്ലൽ മുത്തഖീൻ. അടുപ്പുള്ള ബെസ്റ്റി, വളരെ ഫ്രണ്ട്സായ ആൾക്കാർ വരെ അന്നേ ദിവസം ശത്രുക്കളാവുന്നൊരു ദിവസമുണ്ട്. പക്ഷേ മുത്തഖീങ്ങൾ അങ്ങനെയല്ല. അവർക്ക് ഷഫാഅത്തിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. യാ ഇബാദി, അപ്പോൾ ലാ ഖൗഫ്, അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന ദിവസം പേടിയൊന്നുമില്ല, ദുഃഖം വേണ്ട എന്നാണ്. ഉദ്ഖുലുൽ ജന്നത അൻതും അസ്വാജുക്കും തുഹ്ബറൂൻ. നിങ്ങളും നിങ്ങളുടെ അസ്വാജുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് മുത്തഖീങ്ങളെ പറ്റി പറയുന്നുണ്ട്, നന്മ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട്. وتلك الجنة التي أورثتموها بما كنتم تعملون لكم فيها فاكهة كثيرة منها تأكلون. അതിനുശേഷം മുജ്രിമീങ്ങളെ പറ്റിയിട്ട്, തിന്മ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ജഹന്നമാണ് എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ അവിടെ പറയുന്നുണ്ട് എന്നാണ്. അടുത്ത സൂറത്ത് ദുഖാൻ സൂറത്ത് നമ്മൾ എന്നും ഓതേണ്ട സൂറത്താണ്, വളരെ മഹത്വമുള്ള സൂറത്താണ്. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം അൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം. അതായത് ഈ മുബാറക്കായ ലൈലത്ത് എന്ന് പറയുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന് ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും ആ ദിവസമാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളെ ഫർക്ക് ചെയ്യുന്നത് എന്ന വിഷയം പറയുന്ന ഒരു വിഷയം. ഒരു ദിവസം, അതായത് ഫർത്തഖിബ്, നിങ്ങൾ പ്രതീക്ഷിക്കണം, യൗമ, ഒരു ദിവസത്തെ പറ്റിയിട്ട് സമാഉ ബിദുഖാനിൻ മുബീൻ, വ്യക്തമായ ഒരു സ്മോക്ക് വരുന്നൊരു ദിവസം. അത് അവിടെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറയുന്നത് രണ്ട് വിഷയം പറയുന്നുണ്ട്. ഒന്ന് അന്ത്യനാളെ പറ്റിയിട്ടുള്ള ഒരു വിഷയമാണ്. അന്ത്യനാൾ ഒരു സ്മോക്ക്, ഒരു പുക പോലെ ഒരു സാധനം ഉണ്ടാവും, എല്ലാവരും അത് കവർ ചെയ്യപ്പെടും ഒരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം അത് അബൂ സുഫിയാൻ അവിടെ അറബിയിൽ ഒരു വരൾച്ച, ഒരു ഡ്രൗട്ട് സംഭവിച്ചപ്പോൾ അബൂ സുഫിയാൻ വന്നിട്ട് മുസ്ലിമായിരുന്നു, അന്ന് മുസ്ലിം ആയിരുന്നില്ല, വന്നിട്ട് നബി തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ അത് മുഖേന അത് വരൾച്ച ഇല്ലാണ്ടായി. ശരി. അപ്പോൾ അത് അവരോട് പറയുന്നു, റബ്ബന ക്ഷിഫ് അന്നൽ അദാബ്, ഈ ഒരു അദാബിനെ കശ്ഫ് ചെയ്തു തരണം. ഇന്നാ മുഅ്മിനൂൻ അന്നാ ലഹുമു ദിക്റ വഖദ് ജാഅഹും റസൂലുൻ ബിഹി, അത് പറയുന്ന ആ വിഷയമാണ് അവിടെ. പിന്നെ ഒരു ഗ്രാഫിക്കലി അല്ലെങ്കിൽ ഒരു വ്യക്തമായ ചിത്രം നരകവാസികൾക്ക് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ഷൈഅൻ വലാ ഹും യുൻസറൂൻ ഇല്ലാ മൻ റഹിമല്ലാഹ് ഇന്നഹു വൽ അസീസുർ റഹീം ഇന്ന ഷജറത്തസ് സഖൂം തുആമുൽ അസീം കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ. അവർ നരകവാസികളുടെ ശിക്ഷയുടെ അതിൻ്റെ കാഠിന്യത്തെ പറ്റി വിശദീകരിക്കുകയാണ്. ഖലീൽ ഹമീം ഹുദൂഹു, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്, വിശദീകരിക്കാൻ ഒരുപാട് സമയമെടുക്കും.
നരകവാസികളുടെ ശിക്ഷയെ, അവരുടെ കാഠിന്യത്തെപ്പറ്റി ഓരോന്നും ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, ദുഃഖ്, നിങ്ങളിത് ആസ്വദിക്കൂ, ഇന്നക അന്തൽ അസീസുൽ കരീം ഇന്ന ഹാദാ മാ കുന്തും ബിഹി തംതറൂൻ, ഇതാണല്ലോ നിങ്ങൾ സംശയിച്ചിരുന്നത് എന്ന് അവരോട് പറയും. നിങ്ങളിത് ആസ്വദിക്കൂ എന്ന് അവരോട് പറയും ആ ശിക്ഷയെ. പക്ഷെ മുത്തഖീങ്ങൾക്കാണെങ്കിൽ ഫി മഖാമിൻ അമീൻ, അടുത്ത ആയത്തിൽ 51-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അവർ വളരെ നിർഭയമുള്ള ഒരു അഭയസ്ഥാനത്തിലാണ്, അവർക്ക് സ്വർഗമാണ്, അവർ സന്തോഷത്തിലാണ്, അവർക്ക് ഹൂറുൻ ഐൻ, അവരുടെ ഭാര്യമാരൊക്കെ അവരുടെ അനുഗ്രഹങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്, പഴങ്ങളും മറ്റുമൊക്കെ. അടുത്ത സൂറത്ത് ജാസിയ എന്നാണ്. സൂറത്ത് ജാസിയ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ മുട്ടുകാല് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതിനാണ് ഇങ്ങനെ പറയാം, അതായത് പേടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതിനാണ് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഇന്ന ഫിസ് സമാവാതി വൽ അർദി ലആയാതിൽ ലിൽ മുഅ്മിനീൻ. പിന്നെയും പറയും നോക്ക്, ആകാശങ്ങളെയും ഭൂമിയും അതൊക്കെ മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് അത് ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്ന ഒരു ആയത്ത്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലാകുന്നതും, നമ്മളത് അതാണ് ജിയോഗ്രഫി പഠിക്കണം എന്ന് പറയുന്നതാണ്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും അതിൻ്റെ ഇഖ്തിലാഫുകൾ, അതിൻ്റെ ഡിഫറൻസുകൾ. വമാ അൻസലല്ലാഹു മിനസ് സമാ മിൻ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ആകാശങ്ങളിൽ നിന്ന് അല്ലാഹു ഇറക്കുന്ന റിസ്ഖ്, മഴ, അത് എന്നിട്ട് ഭൂമി അല്ലാഹു ജീവിപ്പിക്കുന്നതും അത് വരണ്ടതിന് ശേഷം, അതുപോലെ കാറ്റുകളുടെ സഞ്ചാരം മറ്റുമൊക്കെ ചിന്തിക്കണമെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയണ്ടേ, അത് നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. അതൊക്കെ ആയാത്തുള്ള അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് നബി, ഇതൊക്കെ നിങ്ങൾക്ക് ഹക്കാണ് നമ്മൾ തിലാവത്ത് ചെയ്തു തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒന്നും പഠിക്കാത്ത ഉമ്മിയായ ആളായിരുന്നു പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്താണ്, സാക്ഷരത ഉണ്ടായിരുന്നില്ല, ഇല്ലിട്രേറ്റ് ആയിരുന്നു പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹുവിൻ്റെ ഒരു റഹ്മത്താണ്. കാരണം നബി തങ്ങൾ പഠിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിൽ, ഒരു വിദ്യാഭ്യാസ സമ്പന്നായിരുന്നെങ്കിൽ ജനങ്ങൾ പറയുന്നതിന് ഒരു പ്രസക്തി ഉണ്ടാവുമായിരുന്നു. അതായത് ഇത് മുഹമ്മദ് ഉണ്ടാക്കിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒന്നും അറിയാത്ത പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച ഓരോ സംഭവങ്ങളും, ടെലിസ്കോപ്പ് കൊണ്ട് നമ്മൾ കാണുന്ന ഓരോ വിഷയങ്ങളും അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാത്ത സമയത്ത് നബിതങ്ങൾ ഇത് പറയുക എന്നുള്ളത് അത് അസാധ്യമാണല്ലോ, അത് ദൈവികമാണ്, അമാനുഷികതയാണ് എന്ന് പറയുന്ന ഒരു വിഷയം. ഇതൊക്കെ ചിന്തിക്കണമെന്ന് പറയുന്ന ഒരു വിഷയം. അതാണ് മക്കവാസികളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അതായത് യസ്മഉ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കേൾക്കും. അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, നമുക്കറിയാം, അവരിവിടെ വായിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. സയൻറ്റിസ്റ്റുകൾ അവർ മനസ്സിലാക്കും ഇതിൻ്റെ ബേക്കിൽ എന്തോ ഉണ്ട്, ആരോ ഉണ്ട്, ഇത് പിന്നെന്താണ്, ഒരു ഇങ്ങനെ ഉണ്ടായതൊന്നല്ല, ഇതിൻ്റെ ബാക്കിൽ ഒരു പ്രോഗ്രാമർ ഉണ്ട്. പക്ഷെ സുമ്മ യുസിറു മുസ്തക്ബിറ, അഹങ്കാരത്തോടെ അവരുടെ വാദത്തിൽ അവർ ഉറച്ചു നിൽക്കും. ഒന്നു കഅല്ലം യസ്മഅഹ, അവർ കേൾക്കാത്തതുപോലെ മനസ്സിലാക്കാത്തതുപോലെ. അതുകൊണ്ട് അവർക്ക് ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ നബി. എന്താണെന്നറിയോ സന്തോഷ വാർത്ത? വേദനാജനകമായ ശിക്ഷ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ പോയി പറയേണ്ട വിഷയമാണത്. അവിടെയൊക്കെ അള്ളാഹു കടലിൽ നിങ്ങൾക്ക് ഇറക്കി തന്നു, അതിൽ നിങ്ങൾ സഞ്ചരിക്കുന്നത്, അതൊക്കെ ഒരു വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാരണം നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്, അതിക്രമിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ബനി ഇസ്രായേലിനെ പറ്റി പറയുന്നുണ്ട്. ബനി ഇസ്രായേൽക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം, അവർക്ക് മറ്റുള്ളവർക്കൊന്നും നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി, ഭക്ഷണം മറ്റുമൊക്കെ ഒരുപാട് നബിമാരെ നൽകിയത്, അതൊക്കെ അവർക്ക് നൽകിയ അനുഗ്രഹമാണ്. അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ തുടർന്നിട്ട് വഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള ബിൽ ഹഖ് വലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഓരോ നഫ്സിനും അവന് പ്രവർത്തിക്കുന്ന ഓരോന്നും അവരെ കിട്ടും, ഒന്നും അവരക്രമിക്കപ്പെടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു, ഒരുപാട് വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഏതായാലും 28-ാമത്തെ ആയത്തിൽ സംഭവം പറയുന്നുണ്ട്. തറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ല ഉമ്മത്തിൻ തുദ്അ ഇലാ കിതാബിഹിൽ യൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. അന്ത്യനാളെ പറ്റിയിട്ടുള്ള ഒരു മഹ്ശറയിലുള്ള ഒരു വിഷയമാണ് പറയുന്നത്. അതായത് എന്താണ് ജാസിയ,
ഒരു പേടിച്ച് നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നൊരു സമയം, ആ ദിവസം ഉമ്മത്തിന് ഓരോ ഉമ്മത്തും അവരുടെ കിതാബുകളിൽ കൊണ്ടുവരികയും അവർക്ക് അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പ്രതിഫലം കിട്ടും. നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. ഏതായാലും നമ്മൾ പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കട്ടെ. പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാഫ് നൽകട്ടെ. അള്ളാഹു എല്ലാം ഖൈർ ചെയ്യട്ടെ. اللهم اجعل شهر رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا رقاب آبائنا وأساتذتنا من الدين والمظالم والنار. الحمد لله على كل حال. اللهم صل على محمد وعلى سيدنا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما بنور محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.